ഇവിടെ വ്യത്യസ്ത മതങ്ങളുണ്ട്. ആ മതങ്ങളുടെ വിവിധ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങളിലും മതസ്ഥാപനങ്ങളിൽ കാണാൻ നമുക്ക് കഴിയുക അതത് മതത്തിൽപ്പെട്ടവർ ആ സ്ഥാപനങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നതാണ്. എന്നാൽ ഒരു വ്യത്യാസം അടുത്ത കാലത്ത് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നു. അതിൽ അവർ പറഞ്ഞത് വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ ആ വഖഫ് ബോർഡിൻ്റെ സമിതിയിൽ 2 അമുസ്ലിങ്ങളടക്കം ഉണ്ടാകണമെന്നാണ്. അപ്പോൾ നിയമപ്രകാരം 2 അമുസ്ലിങ്ങളെയും കൂടി ചേർത്തുകൊണ്ട് ഉള്ള ബോർഡ് വരണം എന്നാണ് തീരുമാനം എന്നാണ് നിയമഭേദഗതിയായി വന്നത്. രാജ്യത്തെ എല്ലാ മതനിരപേക്ഷ ശക്തികളും അത് എതിർത്തു. എല്ലാവരും ശക്തമായി എതിർത്തു. അതിശക്തമായ എതിർപ്പ് അതിനെതിരെ ഉയർന്നു വന്നു. കേരള നിയമസഭ ഏകണ്ഠമായി അതിനെതിരെ പ്രമേയം അംഗീകരിച്ചു. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം ആ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഉള്ള കേസിൽ കക്ഷി ചേരുകയും ചെയ്തു. അതിനെതിരെയുള്ള കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണോ നടക്കുക? ഇപ്പോൾ മുസ്ലിമിൻ്റെ നേരെയാണെങ്കിൽ നാളെ മറ്റു മതങ്ങളുടെ നേരെയും നടക്കുമല്ലോ. നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെ ഭാഗമായുള്ള നടപടികൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമാണോ നേരിടേണ്ടി വരുന്നത്? അത് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നേരിടേണ്ടി വരുന്നില്ലേ? വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ നടമാടുന്നില്ലേ? രാജ്യത്താകെ വലിയ തോതിൽ മുസ്ലിം ജനവിഭാഗം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ക്രിസ്ത്യാനി അതിൽ നിന്ന് ഒഴിവാകുന്നുണ്ടോ? ക്രിസ്ത്യൻ പ്രദേശങ്ങൾ കേരളം കണക്കാക്കണ്ട, കേരളത്തെ മാറ്റി നിർത്തിക്കോളൂ. കാരണം കേരളം മതനിരപേക്ഷതയുടെ വളനിലമാണ്. ഇത് കഴിഞ്ഞാലുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ള സ്ഥിതി എന്താണ്? അവിടെ ഒരു ഭാഗത്ത് മുസ്ലിം ആക്രമിക്കപ്പെടുമ്പോൾ വേറെ ഭാഗത്ത് ക്രിസ്ത്യാനി ആക്രമിക്കപ്പെടുന്നു. ഇതാണ് വർഗീയതയുടെ ആപത്ത്. വർഗീയത എല്ലാ വിഭാഗങ്ങൾക്കും ആപത്തായിട്ടുള്ളതാണ്. എല്ലാ വർഗീയതയും ആപത്താണ്. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അവ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നവയാണ്. ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഗീയതയെയും വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുക എന്താണ് മതനിരപേക്ഷതയുടെ പൊരുൾ. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഇന്ന് ഒരു മതത്തിനെതിരെ വരുന്നു എന്ന് പറയുമ്പോൾ അതവിടെ മാത്രം നിൽക്കുന്നതാവില്ല. നാളെ മറ്റു മതങ്ങൾക്കെതിരെയും ഇതേ വാൾ എടുത്തുപയോഗിക്കും എന്നത് നാം കാണണം. അതുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷ ശക്തികളാകെ തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ ആ തെറ്റായ കാര്യങ്ങളെ എതിർക്കാൻ ശക്തമായി രംഗത്ത് വരുന്നത്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കുന്നത് ഭരണഘടനാനുസൃതമായി കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ കാര്യത്തിൽ ഭരണഘടന അതേ രീതിയിൽ നിലനിൽക്കേണ്ടതില്ല എന്ന് ഭരണഘടനയെ അംഗീകരിക്കുന്ന കാലത്ത് തന്നെ ചിന്തിച്ചവരുണ്ടായിരുന്നു. അന്ന് ഭരണഘടനയെ എതിർത്തവരുണ്ടായിരുന്നു. ഇതല്ല വേണ്ടത് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. ഇത് രാജ്യത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. ഇവിടെ പണ്ടേ നിലനിൽക്കുന്ന മനുസ്മൃതിയുണ്ട്, അതിൻ്റെ ഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടന എന്ന് പറഞ്ഞവരുണ്ട്. അന്നവർ ആ ഭരണഘടനയെ എതിർത്തവരായിരുന്നു. കാലം മാറി, പല മാറ്റങ്ങളും വന്നു. നിർഭാഗ്യവശാൽ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്തവർ, അംഗീകരിക്കാത്തവർ, അവരുടെ കയ്യിലേക്ക് രാജ്യത്തിൻ്റെ ഭരണാധികാരം എത്തുന്ന സ്ഥിതി വന്നു. അങ്ങനെ വന്നപ്പോൾ ആ രാജ്യത്ത് ഭരണഘടനയുടെ അവസ്ഥ എന്താകും? ഭരണഘടനയുള്ള സമീപനം എന്താകും? ഭരണഘടനയുടെ നിലയിലാണോ കാര്യങ്ങളിപ്പോൾ നടക്കുന്നത്?